അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കെടുക്കാനുള്ള പാഠം ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ നമുക്കിവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അവിടെ ഹംസ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഷദ്ദുള്ള നൂനുണ്ട്, അവിടെ മണിക്കണം. ഇവിടെ ഒരു ഇഖ്ഫാ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അദുവും മുബീൻ ഒരു ഇദ്ഗാമും ബിഗുന്ന തൻവീന് ശേഷം മീം വന്നിട്ടോ. ഇവിടെ നമുക്കൊരു ഇഖ്ഫാ ഉണ്ട്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? സാക്കിനായ നൂന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായ താ വന്നു. മിൻ തഅ്വീലി ഇവിടെ മണിക്കണം. ശദ്ദുള്ള മീമുണ്ട്. വയുത്തിമ്മു ഇവിടെ വഅലാ ആലി കേട്ടോ. ഒരു മദ് മുൻഫസിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. കമാ അതമ്മഹ ഇവിടെ മണിക്കണം മീമിന്. അലാ അബവൈക അവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. മിൻ ഖബ്ലു അവിടെ ഒരു ഇഖ്ഫാ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശദ്ദുള്ള നൂന് ഇന്ന റബ്ബക. പിന്നെ ഇഖ്വതിഹി ആയാത്ത് കേട്ടോ. ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. ഇവിടെ ഒരു മദ് ഇവിടെ ഒരു ഇദ്ഗാം ബിലാവുന്നുണ്ട്. തൻവീന് ശേഷം ഇദ്ഗാം ബിലാവിൻ്റെ ഇവിടെ അക്ഷരമായ ലാമ് വന്നു. ആയാത്തുല്ലിസാ ഇവിടെ സായിലീൻ ഒരു മദ് മുത്തസിലാണ് ഇവിടെ വന്നത്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്നു കേട്ടോ. സായിലീൻ. പിന്നെ ഇവിടെ ഒരു ഇലാ അബീന ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. ഇവിടെ ശദ്ദുള്ള നൂനുണ്ട്, മിൻ മണിക്കണം. ഇവിടെ ഒരു ശദ്ദുള്ള നൂനെ മണിക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇദ്ഗാം ബിഗുന്നയുണ്ട്. ലലാലിം മുബീൻ. പിന്നെ അർലൻ യഖ്ലു ഒരു ഇദ്ഗാം ബിഗുന്നയുണ്ട് കേട്ടോ. അവിടെ അർലൻ യഖ്ലു അവിടെ മണിക്കണം. പിന്നെ മിൻ ബഅദി ഇവിടെ ഒരു ഇഖ്ലാബാണ്. സാക്കിനായ നൂന് ശേഷം ബാ വന്നുകൊണ്ട് ഈ നൂനിനെ മീമാക്കി മറിക്കണം. മിൻ ബഅദിഹി എന്ന് പറയണം. പിന്നെ ഇവിടെ ഒരു ഖൗമൻ സ്വാലിഹീൻ ഇവിടെ എന്തുണ്ട്? ഒരു ഇഖ്ഫാ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഖായിൽ കേട്ടോ. ഒരു ഇവിടെ മദ് മുത്തസിലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഖായിലും ഇവിടെ ഒരു ഇദ്ഗാം ബിഗുന്നയുണ്ട് കേട്ടോ. തൻവീന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായ മീം വന്നു. അവിടെ ഇദ്ഗാം ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യണം? മണിക്കണം. ഇവിടെ ഇഖ്ഫാ രണ്ട് ഇഖ്ഫാ ഉണ്ട്. കുന്തും ഇവിടെ ഒരു മദ് മുത്തസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ശദ്ദുള്ള നൂനുണ്ട്. ഇവിടെ ഒരു ശദ്ദുള്ള നൂൻ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇദ്ഗാം ബിഗുന്ന തൻവീന് ശേഷം യാ വന്നു. ഇവിടെ ഒരു ശദ്ദുള്ള നൂനുണ്ട്. ഇവിടെ ഒരു ശദ്ദുള്ള നൂന് മണിക്കണം. ഇവിടെ ഒരു മദ് മുൻഫസിലുണ്ട്. ഒരു ഇഖ്ഫാഉം വരുന്നുണ്ട് കേട്ടോ. അന്തദ്ഹബ് ഇവിടെയും അങ്ങനെ തന്നെ ഒരു ഇദ്ഗാമും ബിഗുന്നയുണ്ട്. സാക്കിനായ നൂന് ശേഷം യാ വന്നു. ഇവിടെ ഇഖ്ഫാ. ഇവിടെ ശദ്ദുള്ള നൂന്. പിന്നെ മദ് മുൻഫസിലുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇദ്ഗാം ബിലാവുന്നയുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم لقد كان في يوسف وإخوته آيات للسائلين
إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم لقد كان في يوسف وإخوته آيات للسائلين إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين قال قائل منهم لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسله معنا غدا يرتع ويلعب وإنا له لحافظون قال إني ليحزنني أن تذهبوا به وأخاف أن يأكله
له الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون